ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പം എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പം എന്തൊക്കെയുണ്ട് എല്ലാവരും വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറഞ്ഞാൽ നമുക്ക് റെഡിമെയ്ഡ് ടോപ്പാണ് ഇട്ടത്. അപ്പോൾ റെഡിമെയ്ഡ് ടോപ്പാണ് ഇത്. നമുക്ക് എങ്ങനെ ഷേപ്പ് ചെയ്തെടുക്കാം നോക്കട്ടെ. അപ്പോൾ നമ്മൾ സാധാരണ ടോപ്പല്ലത്. നമുക്ക് ഈ ഒരു ചെസ്റ്റ് ഉണ്ടല്ലോ, ഈ ചെസ്റ്റ് വരെ ഉള്ളൂ ഇതിൻ്റെ തയ്യൽ വരുന്നത്. ലൈനിങ്ങും ഇതിൻ്റെ പുറത്തുള്ള തുണിയും രണ്ടും സെപ്പറേറ്റ് ആയിട്ടാണ് തയ്ച്ചിട്ടുള്ളത്. അങ്ങനെ തയ്ക്കുമ്പോൾ നമുക്ക് ഷേപ്പ് ചെയ്യുമ്പോൾ വളരെ ബുദ്ധിമുട്ടായി വരാറുണ്ട് അല്ലേ? നമുക്ക് ഈ കക്ഷത്തിൻ്റെ അവിടെ ഇങ്ങനെ ഷേപ്പ് ചെയ്ത് നമ്മൾ ഷേപ്പിൻ്റെ അവിടേക്ക് എത്തുമ്പോൾ ഒരു കുത്തിക്കൂടി ഇങ്ങനെ നിൽക്കണ ഈ ഒരു ഷേപ്പിൽ ഇങ്ങനെ അവിടെ രണ്ട് സൈഡിലും കുത്തിക്കൂടി നിൽക്കണ ആ ഒരു അവസ്ഥയാണ് നമ്മൾ ഷേപ്പ് ചെയ്യുമ്പോൾ വരാറുള്ളത്. അപ്പോൾ ഇങ്ങനത്തെ ടോപ്പ് എങ്ങനെയാണ് നമ്മൾ ഷേപ്പ് ചെയ്യേണ്ടത് നോക്കട്ടോ. അപ്പോൾ ഞാൻ ചെയ്യുന്ന ഒരു മെത്തേഡാണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ ഇതേപോലെ ഒന്ന് ഷേപ്പ് ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് കറക്റ്റ് നമ്മളെ ബോഡി ഷേപ്പിൽ തന്നെ ചെയ്തെടുക്കാൻ പറ്റും. ഒരു കുത്തിക്കൂടി നിൽക്കുക, രണ്ട് സൈഡിലും കൂടി നിൽക്കുക, അങ്ങനെ ചുളിവോ ഒന്നും ഇല്ലാതെ നല്ല കറക്റ്റ് ഷേപ്പിൽ തന്നെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ അതെങ്ങനെയെന്നുള്ള വീഡിയോ ആയിട്ടാണ് ഞാൻ ഇന്ന് വന്നിട്ടുള്ളത്. അപ്പോൾ താല്പര്യമുള്ളവർ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. അപ്പോൾ നിങ്ങൾക്കിപ്പോൾ മനസ്സിലായെന്ന് വിചാരിക്കണം ഞാൻ പറഞ്ഞു തന്നത്. അപ്പോൾ ഞാൻ ഈ ടോപ്പ് ഒന്ന് മറിച്ചിട്ട് ഇതിൻ്റെ ഉൾവശം കാണിച്ചു തരാം കേട്ടോ. അപ്പോഴാണ് നിങ്ങൾക്കിത് മനസ്സിലാവുള്ളൂ എങ്ങനെയാണ് ഇതിൻ്റെ ഉൾവശം കിടക്കണമെന്നുള്ളത്. അപ്പോൾ നമുക്കിത് നേരെ ഇനി വീഡിയോയിലേക്ക് പോകാം. എങ്ങനെയാണ് നമ്മളിത് ഷേപ്പ് ചെയ്തെടുക്കേണ്ടത് നോക്കട്ടോ. ഇതോട്ട് നമ്മളെ ടോപ്പിൻ്റെ ഉൾവശം എങ്ങനെ വരുന്നത് നോക്കാം. കണ്ടില്ലേ, ഇതിപ്പോൾ നമുക്ക് അംബ്രല്ല ചുരിദാറായിട്ടാണ്, പക്ഷേ നമുക്ക് ലൈനിങ് അധികം വീതിയില്ലാതെയാണ്. അപ്പോൾ പുറം വശം നല്ല വീതിയിൽ നെറിവൊക്കെ വെച്ചിട്ടുള്ള തുണിയാണ്. അപ്പോൾ നമുക്ക് തയ്യൽ വരുന്നത് ഈ കക്ഷം വരെയാണ് കേട്ടോ. അപ്പോൾ രണ്ടും കൂടി ലൈനിങ്ങും അതേപോലെ തന്നെ പുറത്തുള്ള തുണിയും കൂടി തമ്മിൽ കൂട്ടി യോജിച്ച് കിടക്കുന്നത് ഇതാ ഇവിടെ ഈ ഒരു രണ്ട് കൈക്കുഴിയുടെ ഈ ഒരു ഭാഗത്ത്, ഈ ചെസ്റ്റിൻ്റെ ഈ ഒരു ഭാഗം വരെയാണ് തയ്ച്ചിട്ടുള്ളത്. അപ്പോൾ ഇങ്ങനത്തെ ടോപ്പ് നമുക്ക് ഷേപ്പ് ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടാണ്. നമ്മൾ ഷേപ്പ് ചെയ്യുമ്പോൾ അതാ ഈ ലൈനിങ്ങോട് കൂടി ഷേപ്പ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്കതിങ്ങനെ അവിടെ ഇറിറ്റേഷൻ സംഭവിക്കാനും അതുപോലെ തന്നെ അവിടെ ഇങ്ങനെ കുത്തിക്കൂടി നിൽക്കാനും സാധ്യത ഉണ്ട്. അപ്പോൾ ഇങ്ങനെ നിൽക്കുമ്പോൾ നമുക്ക് ഇവിടെ വളരെ ബുദ്ധിമുട്ടായിട്ട് തോന്നും. കാരണം നമുക്ക് പുറത്തുള്ള തുണി അധികം ആയിട്ട് വരുന്നുണ്ട്, ലൈനിങ് തുണി കുറച്ച് വീതി മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പോൾ നമുക്കിതിങ്ങനെ ഷേപ്പ് ചെയ്യുമ്പോൾ നമുക്കത് ഇട്ട് കഴിഞ്ഞാൽ രണ്ട് സൈഡിലും കുത്തിക്കൂടി ഇങ്ങനെ നിൽക്കും. അപ്പോൾ ഇതിന് നമുക്കൊരു എങ്ങനെയാണ് നമുക്ക് ഇങ്ങനത്തെ ടോപ്പ് ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ ഉൾവശം ഒന്ന് കാണിച്ചു തരട്ടെ, എങ്ങനെയാണ് ഇത് തയ്ച്ചിട്ടുള്ളതെന്ന് ഞാനിപ്പോൾ കാണിച്ചു തരാം. എന്നാലും നിങ്ങൾക്കിത് എങ്ങനെയാണ് ഷേപ്പ് ചെയ്യേണ്ടത് മനസ്സിലാവുള്ളൂ. അപ്പോൾ ഞാനിതിൻ്റെ ഉൾവശം ഒന്ന് കാണിച്ചു തരാം. അപ്പോൾ അത് നമ്മൾ കണ്ടില്ല, ലൈനിങ് സെപ്പറേറ്റ് ആയിട്ട് ഇതാ ഇതേപോലെ കിടക്കും. പുറമേക്കുള്ള തുണി കണ്ടില്ല, നല്ല വീതിയിൽ കിടക്കുന്നുണ്ട്. ഇതാ ഈ കൈക്കുഴി വരെയാണ് നമുക്കിവിടെ രണ്ടും തമ്മിൽ കൂട്ടി തയ്ച്ചിട്ടുള്ളത്. അപ്പോൾ ഇങ്ങനെയാണ് നമുക്ക് ഈ ഒരു ടോപ്പിൻ്റെ ഭാഗം കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഇങ്ങനത്തെ ടോപ്പ് കിട്ടുമ്പോൾ നമ്മൾ ഷേപ്പ് ചെയ്യുമ്പോൾ ഞാൻ പറഞ്ഞതുപോലെ തന്നെ നമ്മൾ ലൈനിങ് അടക്കം തമ്മിൽ കൂട്ടി യോജിപ്പിച്ച് എടുക്കുമ്പോൾ വളരെ കുത്തിക്കൂടി നിൽക്കാനും അവിടെ ഒരു ഭംഗിയില്ലാതെ കിടക്കാനൊക്കെ കാരണമാവും. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഇത് ഷേപ്പ് ചെയ്യേണ്ടത് നോക്കട്ടോ. അപ്പോൾ ആദ്യം നമ്മൾ അളവെടുക്കേണ്ടത് ഷേപ്പിൻ്റെ ലെങ്ത്താണ്. അപ്പോൾ ഷേപ്പ് ലെങ്ത്ത് നമുക്ക് ആദ്യം എടുക്കാം. അപ്പോൾ നമ്മൾ ഷേപ്പ് ലെങ്ത്ത് വരെയുള്ള ഭാഗമൊക്കെ നല്ല കറക്റ്റായിട്ട് നീറ്റായിട്ട് തന്നെ നമ്മൾ ഇട്ട് കൊടുക്കട്ടോ. അപ്പോൾ ഇങ്ങനത്തെ ടോപ്പൊക്കെ കിട്ടുമ്പോൾ നമുക്ക് വളരെ ബുദ്ധിമുട്ടായിട്ട് തോന്നാറുണ്ട് അല്ലേ? അപ്പോൾ നിങ്ങൾക്ക് ഈസി ആയിട്ട് തന്നെ ഇങ്ങനത്തെ ടോപ്പൊക്കെ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഷേപ്പ് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക, എങ്ങനെയാണ് ചെയ്തെടുക്കണം നോക്കുക. അപ്പോൾ അത് നമുക്ക് ഈ ഷോൾഡറിൻ്റെ ഈ ഒരു കറക്റ്റ് നെക്കിൻ്റെ ഈ ഒരു ഭാഗം ഉണ്ടല്ലോ, അവിടെ വെച്ചിട്ട് വേണം നമ്മൾ ഷേപ്പിൻ്റെ ലെങ്ത്ത് മാർക്ക് ചെയ്യാൻ. അപ്പോൾ നമുക്ക് എത്രയാണോ ഷേപ്പിൻ്റെ ലെങ്ത്ത് വേണ്ടത് വെച്ചാൽ ആ ലെങ്ത്ത് മാർക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ എനിക്ക് വേണ്ടത് ഇവിടെ 12.5 ഇഞ്ചാണ്. 12.5 ഇഞ്ച് ഇതാ ഇതേപോലെ ഞാൻ മാർക്ക് ചെയ്ത് കൊടുത്തു. നമ്മളെ ഷേപ്പിൻ്റെ ലെങ്ത്ത് ഇതാ നമ്മൾ ലൈനിങ് തുണിയും താഴെ പാർട്ടും നല്ല വശമൊക്കെ ഇതേപോലെ വെച്ചിട്ട് നമ്മൾ കറക്റ്റ് നമ്മൾ സാധാരണ ഷേപ്പ് ചെയ്യാൻ വേണ്ടിയാണ്ട് ലെങ്ത്ത് മാർക്ക് ചെയ്യുമല്ലോ, ആ ലെങ്ത്ത് മാർക്ക് ചെയ്തതിന് ശേഷം അവിടെ നമ്മൾ ഇതേപോലെ ഒരു കൈ കൊണ്ട് വെക്കട്ടോ നമ്മളെ ഷേപ്പിൻ്റെ ലെങ്ത്തിൻ്റെ അവിടെ. എന്നിട്ട് അടിയത്തെ തുണിയിൽ ഇതേപോലെ ഷേപ്പിൻ്റെ ലെങ്ത്ത് എത്രയാണോ നമ്മൾ മാർക്ക് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ആ മാർക്കിങ് ഷേപ്പ് ലെങ്ത്തിൻ്റെ ഇവിടെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഞാൻ ചെയ്തതുപോലെ തന്നെ അങ്ങനെ മാർക്ക് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ലൈനിങ് മുകളിലേക്ക് സെപ്പറേറ്റ് ആക്കി കൊടുക്കുക.
മുകളിലേക്ക് ആക്കി കൊടുത്തിട്ട് നമ്മൾ പുറമേക്കുള്ള ഈ ഒരു തുണി ഉണ്ടല്ലോ, നല്ല തുണി ഇതേപോലെ നമ്മൾ ഷേപ്പ് ചെയ്യാൻ കണ്ടിട്ട് കറക്റ്റാക്കിയിട്ട് ചുളിക്കൊന്നും ഇല്ലാതെ നിവർത്തി ഇട്ട് കൊടുക്കുക. അപ്പോൾ കണ്ടില്ലേ, ഇതേപോലെ നമ്മൾ നിവർത്തി ഇട്ട് കൊടുത്തു. മുകൾ ഭാഗം നമുക്ക് ഇപ്പോൾ ശരിയാക്കേണ്ടതില്ല കേട്ടോ. ഷേപ്പിൻ്റെ ഭാഗമാണ് നമുക്ക് ആദ്യം മാർക്ക് ചെയ്ത് ഇതുപോലെ അടയാളപ്പെടുത്തി കൊടുക്കേണ്ടത്. ഇനി നമുക്ക് ഇതിൻ്റെ കറക്റ്റ് സെൻറ്റർ ഒന്ന് കണ്ടുപിടിക്കണം. അപ്പോൾ ഇതിൻ്റെ കറക്റ്റ് സെൻറ്റർ എങ്ങനെയാണ് നമുക്ക് കണ്ടുപിടിക്കാൻ നോക്കാം. അപ്പോൾ ഏകദേശം ഇതേപോലെ നമ്മൾ രണ്ടും കൂടി ഈ ഒരു തല മുതൽ അങ്ങേ തല വരെ നമുക്ക് എത്രയാണോ കിട്ടിയിട്ടുള്ളത് അതിൻ്റെ സെൻറ്റർ ഭാഗം ഇതേപോലെ ഒന്ന് മാർക്ക് ചെയ്യാം. എന്നിട്ട് നമ്മൾ ഷേപ്പിൻ്റെ വീതി, നമ്മളെ കറക്റ്റ് ഷേപ്പിൻ്റെ വീതി എത്രയാണോ നോക്കുക. അപ്പോൾ എനിക്ക് വേണ്ട വീതി 32 ഇഞ്ചാണ്, റൗണ്ടായിട്ട് കേട്ടോ. റൗണ്ടായിട്ട് നമ്മൾ ചുറ്റളവ് 32 ഇഞ്ചാണ് നമ്മൾ ഷേപ്പിൻ്റെ അവിടെ വരുന്നത്. അപ്പോൾ 32ൻ്റെ പകുതി, അപ്പോൾ ടേപ്പൊക്കെ പറ്റ ഇതായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ പകുതി നമുക്ക് കിട്ടുക 16 ഇഞ്ചാണ്. 32ൻ്റെ പകുതി 16 ഇഞ്ച്, 16ൻ്റെ പകുതി 8 ഇഞ്ച്. അപ്പോൾ 4ൽ ഒരു ഭാഗം നമ്മൾ കണ്ടെത്തിയല്ലോ, 8 ഇഞ്ച്. ആ 8 ഇഞ്ച് കറക്റ്റായിട്ട് സെൻറ്ററിൽ വെച്ച് കൊടുക്കുക. എന്നിട്ട് ഇങ്ങോട്ടും 8 ഇഞ്ച് മാർക്ക് ചെയ്യുക, അങ്ങോട്ടും ഈ ഒരു സൈഡിലേക്കും നമ്മൾ 8 ഇഞ്ച് മാർക്ക് ചെയ്യുക. അപ്പോൾ 16 ഇഞ്ച് വരും ഒരു സൈഡിലേക്കുള്ള വീതി. അപ്പോൾ കണ്ടില്ലേ, 8ൽ നിന്നും 16ലേക്ക് ഇതേപോലെ മാർക്ക് ചെയ്യുക. കറക്റ്റായിട്ട് നമ്മൾ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ ഷേപ്പിൻ്റെ ലെങ്ത്ത് മാർക്ക് ചെയ്തു. പിന്നെ ലൈനിങ് തുണി മാറ്റി കൊടുത്തിട്ട് നല്ല തുണിയിൽ ഫ്രണ്ടിലേക്ക് വരുന്ന തുണിയിൽ വെച്ചിട്ട് ഇതേപോലെ ഷേപ്പിൻ്റെ ലെങ്ത്തും വീതിയും മാർക്ക് ചെയ്തു. വീതി എത്രയാണോ കിട്ടിയിട്ടുള്ളത്, നമ്മളൊരു വശത്തെ വീതി 16 ഇഞ്ചാണ്. അപ്പോൾ സെൻറ്ററിൽ 8 ഇഞ്ച് വെച്ചിട്ട് 8 ഇഞ്ച് ഇങ്ങോട്ടും അങ്ങോട്ടും മാർക്ക് ചെയ്തിട്ട് 16 ഇഞ്ച്. നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കണം. ഇങ്ങനെ ഷേപ്പ് ഇതേപോലെ നമ്മൾ മാർക്ക് ചെയ്തു. അതിന് ശേഷം നമ്മൾ ചെസ്റ്റിൻ്റെ ഈ ഒരു ഭാഗം നമുക്ക് മാർക്ക് ചെയ്യണം. അപ്പോൾ ഇങ്ങനെ വെച്ച് നമ്മൾ ചെസ്റ്റ് മാർക്ക് ചെയ്യുമ്പോൾ നമുക്ക് കറക്റ്റായിട്ട് കിട്ടില്ല. കാരണം ഇവിടെ കുറച്ച് ചുളിക്ക് വരുന്നുണ്ട് അല്ലേ, ലൈനിങ് തുണി അതുപോലെ തന്നെ നമ്മളെ നല്ല തുണിയും കൂടി തമ്മിൽ ജോയിൻറ്റ് ചെയ്തത് ചെസ്റ്റ് വരെയാണ്. അപ്പോൾ അവിടെ നമുക്ക് ചുളിക്ക് വരുന്നുണ്ട്. അപ്പോൾ ആ ചുളിക്കില്ലാതെ നമ്മൾ മാർക്ക് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഇതേപോലെ തന്നെ നമ്മൾ ഇട്ട് കൊടുക്കുക. എന്നിട്ട് നമുക്ക് ചെസ്റ്റിൻ്റെ ആ ഒരു ഭാഗം ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇവിടെ നമുക്ക് കൈക്കുഴി ഒന്നും ശരിയാക്കേണ്ട ആവശ്യമില്ല കേട്ടോ. കൈക്കുഴിയൊക്കെ കറക്റ്റാണ്, കുറച്ചൊരല്പം മാത്രം പിടിച്ചാൽ മതി. അപ്പോൾ അതുകൊണ്ട് മാത്രമാണ് നമുക്ക് ചെസ്റ്റ് ഈ ഒരു കറക്റ്റ് അളവിൽ തന്നെ വരുന്നത്. മാറ്റുണ്ടെങ്കിൽ കൈക്കുഴി മാർക്ക് ചെയ്തിട്ട് വേണം ചെസ്റ്റ് മാർക്ക് ചെയ്യാൻ. അപ്പോൾ നമുക്ക് ചെസ്റ്റ് വരുന്നത് 19 ഇഞ്ചാണ്, 18 ഇഞ്ചാണ്. അപ്പോൾ കറക്റ്റ് 9 ഇഞ്ച് ഇതേപോലെ സെൻറ്ററിൽ വെച്ചിട്ട് 9 അങ്ങോട്ടും 9 ഇഞ്ച് അങ്ങോട്ടും. അപ്പോൾ 9 18 ഇഞ്ച് നമ്മൾ ഇതേപോലെ ചെസ്റ്റ് മാർക്ക് ചെയ്തു. എന്നിട്ട് ഈ ചെസ്റ്റ് മാർക്ക് ചെയ്ത ഈ ഒരു മാർക്കിങ്ങിൽ ഇതേപോലെ കൈ വെച്ചിട്ട് നമ്മൾ ഇങ്ങോട്ടൊന്ന് മാർക്ക് ചെയ്യുക. അപ്പോൾ കണ്ടില്ല, നമ്മളവിടെ അമർത്തി മാർക്ക് ചെയ്തുകൊണ്ട് അതിൻ്റെ ചോക്കൻ്റെ പൊടി ഇതേപോലെ ഇവിടെ മാർക്കിംഗ് ആയിട്ട് വന്നിട്ടുണ്ട്. അതേപോലെ തന്നെ ഈ ചെസ്റ്റിൻ്റെ അവിടെയും നോക്കുക, കണ്ടില്ലേ, ഇവിടെയും നമുക്ക് ആ ഒരു പൊടി താഴത്തേക്ക് വന്നിട്ട് മാർക്കിംഗ് ആയിട്ടുണ്ട്. അവിടെ ഇതേപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ 2 ചെസ്റ്റിൻ്റെ ആ ഒരു ഭാഗം നമുക്ക് മാർക്ക് ചെയ്ത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ചെസ്റ്റും ഷേപ്പും നമ്മൾ മാർക്ക് ചെയ്തു. അപ്പോൾ ആദ്യം നമ്മൾ മാർക്ക് ചെയ്യേണ്ടത് ഈ നല്ല തുണിയിലാണ്, ലൈനിങ് തുണിയിൽ മാർക്ക് ചെയ്യരുത്. ഇങ്ങനെ വെച്ചിട്ട് ലൈനിങ് തുണി മാറ്റി വെച്ചിട്ട് നമ്മൾ പുറമേ ഉള്ള നല്ല തുണിയിൽ വെച്ചിട്ട് ഇതേപോലെ മാർക്ക് ചെയ്യാം. അപ്പോൾ കണ്ടില്ലേ, ഇതേപോലെ മാർക്ക് ചെയ്തെടുത്തു. ഇനി നമ്മളിതാ ഈ ചെസ്റ്റിൽ നിന്നും നേരെ ഷേപ്പിലേക്ക്, നമ്മൾ ആ ബോഡി ഷേപ്പ് ഉണ്ടല്ലോ, ആ ഒരു ഷേപ്പിലേക്ക് കൊണ്ടുവരിക. പിന്നെ അതായത് നമുക്ക് ഫ്രോക്ക് പോലെയാണ് കിടക്കുന്നത്. അപ്പോൾ ഇതേപോലെ ഇവിടെ നിവർത്തി വെച്ചിട്ട് ഈ ഒരു ഷേപ്പിൽ നമ്മൾ ഇങ്ങനെ ചെയ്തെടുക്കുക. കണ്ടില്ലേ, ഇതേപോലെ ചെയ്തെടുക്കുക. ഇങ്ങനെ വരച്ചെടുക്കുക. ചോക്ക് കൊണ്ട് വരച്ചാൽ നമുക്ക് ആ ചോക്കയുടെ മീതെ കൂടെ തയ്ച്ച് പോന്നാൽ മതി. അതേപോലെ തന്നെ ഈ ഒരു സൈഡും നമുക്ക് വരച്ചെടുക്കാം. അപ്പോൾ ഇങ്ങനത്തെ ടോപ്പൊക്കെ കിട്ടുകയാണെങ്കിൽ നിങ്ങൾ ഇതേപോലെ മെത്തേഡിൽ നിങ്ങൾ ചെയ്ത് നോക്കുക. കറക്റ്റ് നിങ്ങൾക്ക് നിങ്ങളുടെ ബോഡി ഷേപ്പിൽ ചെയ്തെടുക്കാൻ പറ്റും. ഇതേപോലെ ചെയ്യുക. ഷേപ്പിൽ നിന്നും ഇതേപോലെ ഒരു താഴത്തെ നമ്മൾ ആ സൈഡിൽ തയ്ച്ച തയ്യലുണ്ടല്ലോ, ആ തയ്യലിലേക്ക് മുട്ടിച്ച് കൊടുക്കണം കേട്ടോ. ചെസ്റ്റിൽ നിന്നും ഷേപ്പിൽ നിന്നും നേരെ താഴത്തെ ആ തയ്യലിലേക്ക്, സൈഡത്തെ തയ്യലിലേക്ക് മുട്ടിച്ച് കൊടുക്കുക. അപ്പോൾ ഇത്രയുള്ള നമുക്ക് ഇവിടെ ഷേപ്പ് ചെയ്യാൻ. ഇനി ചെയ്യേണ്ടത്, ഇങ്ങനെ വരച്ചെടുത്തതിന് ശേഷം നമ്മൾ ഈ ഒരു ലൈനിങ് തുണി
നല്ല ഭാഗത്തേക്ക് തന്നെ മറിച്ചിട്ട് കൊടുക്കുക. ഇങ്ങനെ ഇതേപോലെ നമ്മൾ സാധാരണ ഇടുന്ന പോലെ ഇട്ട് കൊടുക്കുക. ഇതാ ഇവിടെ നമുക്ക് ചെസ്റ്റ് മാർക്ക് ചെയ്തത്. അപ്പോൾ ചെസ്റ്റ് മാർക്ക് ചെയ്തല്ലോ. ഇനി നമുക്ക് സ്ലീവിൻ്റെ ഇവിടെ മാർക്ക് ചെയ്ത് കൊടുക്കുക. നമ്മളെ കൈക്കുഴി കറക്റ്റാണോ നോക്കുക. അപ്പോൾ നമ്മൾ കൈക്കുഴി കറക്റ്റാണ്. ഇനി നമുക്ക് സ്ലീവിൻ്റെ ഈ ഒരു ഭാഗത്തെ വണ്ണം ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഞാനിവിടെ താഴത്തേക്ക് 5 ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് ഇവിടെ എനിക്ക് വേണ്ട ലെങ്ത്ത് 6.5 ഇഞ്ചാണ്. ഇതാ ഈ 6.5 ഇഞ്ചിൽ ഇവിടെ ലെങ്ത്ത് അല്ല കേട്ടോ, വീതി 6.5 ഇഞ്ചാണ് വേണ്ടത്. ഈ 6.5 ഇഞ്ച് കണ്ടില്ല, ഇവിടെ ഒരു പൊടിക്ക് മാത്രം ഷേപ്പ് ചെയ്യാനുള്ളൂ, അല്ലാതെ ഷേപ്പ് ചെയ്യാനില്ല. അപ്പോൾ ഇത് നമ്മൾ ചെസ്റ്റിലേക്ക് ഇങ്ങനെ നമ്മളെ സ്ലീവിൻ്റെ വീതി എത്രയാണോ നിങ്ങൾക്ക് വേണ്ടത് വെച്ചാൽ അതിനനുസരിച്ച് നിങ്ങൾ ഇതേപോലെ ചെസ്റ്റിലേക്ക് വന്നിട്ട് ഇതാ ഇവിടെ നമുക്ക് തയ്യൽ നിർത്തി കൊടുക്കാനുള്ളതാണ് കേട്ടോ. അപ്പോൾ ഇത്രയും മാർക്ക് ചെയ്ത് കൊടുത്താൽ മതി. പിന്നെ അതേപോലെ തന്നെ ഈ സ്ലീവും നമുക്ക് അതേപോലെ മാർക്ക് ചെയ്യുക. സ്ലീവിൻ്റെ വീതി എത്രയാണോ അതിനനുസരിച്ച് അതും മാർക്ക് ചെയ്തെടുക്കുക. ഇനി നമുക്ക് എങ്ങനെയാണ്, ഇപ്പോൾ നമ്മൾ നല്ല തുണിയിൽ മാർക്ക് ചെയ്തു, പുറത്ത് തുണിയിലും നമ്മൾ ആ സ്ലീവിൻ്റെ അവിടെയും മാർക്ക് ചെയ്തു. ഇനി നമുക്കത് എങ്ങനെയാണ് തയ്ച്ചെടുക്കണമെന്ന് നോക്കട്ടോ. അപ്പോൾ തയ്ക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അപ്പോൾ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്ത് ആ ബെല്ലൈക്കണൊക്കെ എനേബിൾ ചെയ്ത് കൂട്ടാകുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്കൊക്കെ തന്ന് സപ്പോർട്ട് ചെയ്യണേ. പിന്നെ ഞാനിതിൻ്റെ മുന്നേ നമ്മുടെ കുട്ടിയുടെ യൂണിഫോം ഈസി ആയിട്ട് എങ്ങനെ തയ്ച്ചെടുക്കാമെന്നില്ല വീഡിയോ, യൂണിഫോമിൻ്റെ പാൻറ്റും ടോപ്പും അതുപോലെ തന്നെ കോട്ടും എല്ലാം സ്റ്റിച്ച് ചെയ്യേണ്ട കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും ഒക്കെ ഞാൻ നമ്മളെ ചാനലിലുണ്ട് കേട്ടോ. ഒക്കെ ഒന്ന് പോയി കാണുക, എന്നിട്ട് വീഡിയോ ഒക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ തന്നെ നമ്മൾ ഈ ലൈനിങ് നമ്മൾ വരച്ചതുപോലെ തന്നെ ആദ്യം നമ്മൾ ഈ നല്ല തുണി എടുക്കുക. ലൈനിങ് തുണി മുകളിലേക്ക് ആക്കി കൊടുത്തിട്ട് നമ്മൾ പുറമല്ലേ ഈ നല്ല തുണിയിൽ വെച്ചിട്ട് ഈ ചെസ്റ്റ് മുതൽ ഇവിടുന്ന് നമ്മൾ സ്റ്റാർട്ട് ചെയ്യണം. തയ്ക്കുമ്പോൾ ഇതാ ഇവിടെ വെച്ചിട്ട് സ്റ്റാർട്ട് ചെയ്യുക, കെട്ടിട്ട് തയ്ക്കുക. എന്നിട്ട് ഇതാ ഇതേപോലെ നല്ല വൃത്തിയായിട്ട് തന്നെ വെച്ചെടുക്കട്ടെ, ചുളിക്കൊന്നുമില്ലാതെ നമ്മൾ ആ ഒരു ഷേപ്പിൽ തന്നെ തയ്ച്ചെടുക്കുക. അപ്പോൾ നമ്മൾ ഫസ്റ്റ് തയ്ക്കുക ഈ ഒരു സൈഡാണ് കേട്ടോ. ഈ ഒരു നല്ല തുണിയിലാണ് നമ്മൾ തയ്ക്കേണ്ടത്. എന്നിട്ടാണ് നമ്മൾ സ്ലീവിൻ്റെ ആ ഒരു ഭാഗമൊക്കെ തയ്ക്കേണ്ടത്, ഷേപ്പ് ചെയ്തെടുക്കേണ്ടത്. ആദ്യം നമ്മൾ നല്ല തുണിയിലില്ല നമ്മൾ ഫസ്റ്റ് മാർക്ക് ചെയ്തതുപോലെ തന്നെ ഫസ്റ്റ് തയ്ക്കേണ്ടതും ഈ ഒരു ഭാഗമാണ്. ഇങ്ങനെ തയ്ച്ച് പോന്നാലുള്ളൂ നമുക്ക് ഈ കറക്റ്റ് ആ ഒരു ഷേപ്പ് കിട്ടുള്ളൂ. നേരെ റിട്ടേൺ അതിമക്കൂടി തന്നെ ഒരു തയ്യലും കൂടി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ 2 സ്റ്റിച്ച് കൊടുക്കാൻ ശ്രദ്ധിക്കുക. അപ്പോൾ അതാ ഞാൻ 2 സ്റ്റിച്ച് കൊടുത്തിട്ട് നമ്മൾ ആ ഒരു കറക്റ്റ് ആ ഷേപ്പിൻ്റെ ചെസ്റ്റിൽ നിന്നും നേരെ ഷേപ്പിലേക്ക് ഇതേപോലെ നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട്. കണ്ടില്ലേ, ആ കറക്റ്റ് ആ ഒരു ഷേപ്പിൽ ബോഡി ഷേപ്പിൽ കൊണ്ടുവരിക. അതേപോലെ തന്നെ മറ്റ് വശം, അതിൻ്റെ അപ്പുറത്തെ വശം ഇതേപോലെ നമ്മൾ ഷേപ്പ് ചെയ്യുക. ചെസ്റ്റിൻ്റെ അവിടെ നിന്നും സ്റ്റാർട്ട് ചെയ്യുക, കെട്ടിട്ട് സ്റ്റാർട്ട് ചെയ്യുക. നേരെ നമ്മൾ വരച്ചല്ലോ, അതിനാണ് ഈ ചോക്ക് കൊണ്ട് വരക്കണത്. അപ്പോൾ നിങ്ങൾ ഇതേപോലെ വരച്ചിട്ട് നമ്മൾ ഈ ഒരു സൈഡത്തെ തയ്യലിലേക്ക് മുട്ടിച്ചെടുക്കുക. കുറച്ച് ഇങ്ങനെ കൊണ്ടുവരണം കേട്ടോ, കുറച്ച് താഴത്തേക്ക് കൊണ്ടുവരണം, എന്നാലേ നമുക്ക് ആ ഒരു ഷേപ്പ് കിട്ടുള്ളൂ. കറക്റ്റ് ആ ഷേപ്പിൻ്റെ അവിടെ സ്റ്റിച്ച് നിർത്തരുത്, താഴത്തേക്ക് കുറച്ച് കൊണ്ടുവരണം കേട്ടോ. അപ്പോൾ അതിനാണ് ഞാൻ കുറച്ച് താഴത്തേക്ക് ചെരിച്ച് കൊണ്ടുപോയിട്ടുള്ളത്. അങ്ങനെ ചെരിച്ച് കൊണ്ടുപോയിട്ട് വേണം നമ്മൾ ഷേപ്പ് ചെയ്യാൻ. അപ്പോൾ അതാ 2 സൈഡും നമ്മൾ നല്ല തുണിയിൽ ഷേപ്പ് ചെയ്തു. ഇനി നമ്മൾ ലൈനിങ് തുണി എന്ത് ചെയ്യണം, ലൈനിങ് തുണി നമ്മൾ താത്തിട്ട് കൊടുക്കുക. അപ്പോൾ അതാ ലൈനിങ് തുണി താത്തിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മളതാ ലൈനിങ്ങും ചെസ്റ്റും കണ്ടില്ലേ, ഇവിടെയാണ് നമുക്ക് ജോയിൻറ്റ് ചെയ്ത് വന്നിട്ടുള്ളത്. അവിടെ നമുക്ക് കൈ ഇതിൻ്റെ ഉള്ളിൽ കൂടെ ഇട്ട് കഴിഞ്ഞാൽ ഈ ചെസ്റ്റിൻ്റെ അവിടുത്തെ തയ്യൽ നമുക്കിങ്ങനെ കിട്ടുക. ഈ ഒരു ലൈനിങ്ങമ്മേ ഒന്നിങ്ങനെ കൈ കൊണ്ടൊന്നിങ്ങനെ പ്രസ് ചെയ്ത് കൊടുത്താൽ തന്നെ നമ്മൾക്ക് തയ്യൽ കിട്ടും. അപ്പോൾ അതുവരെയാണ് നമ്മൾ തയ്ച്ച് പോരേണ്ടത്. ആ സ്ലീവിൻ്റെ ഇവിടെ നമുക്ക് എത്രയാണോ ഷേപ്പ് ചെയ്യേണ്ടത് വെച്ചാൽ അതിനനുസരിച്ച് കൊണ്ടുവരിക. എന്നിട്ട് കൈക്കൂടെ ഈ ഒരു ഭാഗം എത്തിയിട്ട് നമ്മൾ ആ താഴത്തെ തുണി ഉണ്ടല്ലോ അതും ഈ മേലത്തെ തുണിയും കൂടി കറക്റ്റാക്കി വെച്ചെടുത്തിട്ട് ഈ ചെസ്റ്റിൻ്റെ അവിടെ കൂടി നമുക്ക് നിർത്തി കൊടുക്കാം. അതേപോലെ തന്നെ റിട്ടേൺ അതിന് കൂടെ തയ്ച്ചെടുക്കുക. അപ്പോൾ നമ്മൾ ഷേപ്പ് മാർക്ക് ചെയ്ത അത്ര വരെ നമുക്ക് തയ്ച്ചെടുത്താൽ മതി. കണ്ടില്ലേ, ചെസ്റ്റ് വരെ ഉള്ളൂ നമ്മളിവിടെ തയ്ച്ചെടുത്തിട്ടുള്ളത്. ഇനി അതേപോലെ തന്നെ മറ്റേ സ്ലീവും നമുക്ക് ഷേപ്പ് ചെയ്യാം.
ഈ സ്ലീവും അതേപോലെ തന്നെ, സ്ലീവ് അധികം ഷേപ്പ് ചെയ്യാനില്ല, അതുകൊണ്ടാണ് ഒരു പൊടിക്ക് മാത്രം ഷേപ്പ് ചെയ്ത് പോരുന്നുള്ളൂ. അപ്പോൾ അതാ നമ്മൾ ഈ കൈക്കുയുടെ ഇവിടെയും ഒന്നിങ്ങനെ വെച്ച് ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കണം കേട്ടോ. കൈ കൊണ്ടൊന്ന് ലെവൽ ചെയ്ത് കൊടുത്തിട്ട് ആ ചെസ്റ്റിൻ്റെ അവിടെ നമ്മൾ താഴത്തെ തയ്യലുണ്ടല്ലോ, ആ താഴത്തെ തയ്യൽമേ മുട്ടത്തക്ക രീതിയിൽ ഇതേപോലെ തയ്ച്ചിട്ട് ഇങ്ങനെ കൊണ്ടുവരിക. നേരെ റിട്ടേൺ അതിമ കൂടെ തന്നെ തയ്ക്കുക. ഈസിയാണ് കേട്ടോ. നമുക്ക് ഇതൊന്ന് ഷേപ്പ് ചെയ്യാൻ നമുക്ക് ആദ്യമൊക്കെ പ്രയാസകരം എങ്ങനെയാണ് ഷേപ്പ് ചെയ്യാമെന്ന് അറിയാത്തതുകൊണ്ട് അപ്പോൾ നിങ്ങൾ ഇതേപോലെ ഒന്ന് ഷേപ്പ് ചെയ്ത് നോക്കുക. ഇനി ഞാൻ നല്ല വശം ഒന്ന് തിരിച്ച് ഇട്ട് കാണിച്ച് തരാം കേട്ടോ. ഇതെങ്ങനെയാണ് നമുക്ക് ഷേപ്പായിട്ട് കിട്ടിയിട്ടുള്ളത് നോക്കാം. അവിടെയൊക്കെ കുത്തിക്കൂടി നിൽക്കുന്നുണ്ടോ എന്നൊക്കെ നോക്കാം. കണ്ടില്ലേ, നമ്മൾക്കൊരു കുത്തിക്കൂടലോ ഒന്നുമില്ല. കണ്ടില്ലേ, നമ്മൾ കറക്റ്റ് തയ്ച്ച അതേപോലെ തന്നെ നമുക്ക് തോന്നും. നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് തയ്ച്ചിക്കണമെന്നോ ഒന്നും അറിയില്ല. കണ്ടില്ലേ, അപ്പോൾ ലൈനിങ് ഒക്കെ കറക്റ്റായിട്ട് തന്നെ അതിൻ്റെ ഉള്ളിൽ കിടക്കും ചെയ്യും. കണ്ടില്ലേ, ഈ ഒരു ഷേപ്പ് നമുക്ക് ആ ബോഡീൻ്റെ അതേ കറക്റ്റ് ഷേപ്പിൽ നമുക്ക് കിട്ടും. പിന്നെ സ്ലീവ് അധികം ഷേപ്പ് ചെയ്യാൻ ഉണ്ടായിട്ടില്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ട് എനിക്കൊരു പൊടിക്ക് മാത്രമാണ് ഷേപ്പ് ചെയ്തത്. ഇപ്പോൾ നമുക്ക് വീതി ഇവിടെ ഷേപ്പിൻ്റെ വീതി 16 ഇഞ്ചാണ്. 16 ഇഞ്ച് കറക്റ്റ് അല്ലേ നോക്കുക. കണ്ടില്ല, നമുക്ക് 16 ഇഞ്ച് ആ ഷേപ്പ് കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത് നമ്മുടെ ശരീരത്തിൽ ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ ആ ബോഡി ഷേപ്പിൽ കറക്റ്റായിട്ട് തന്നെ കിടക്കും. അപ്പോൾ നിങ്ങൾ ഇങ്ങനത്തെ ടോപ്പ് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ രണ്ടും സെപ്പറേറ്റ് ആയിട്ട് ഷേപ്പ് ചെയ്ത് തയ്ക്കുക കേട്ടോ. ആദ്യം നമ്മൾ ഷേപ്പിൻ്റെ ഭാഗം ഷേപ്പ് ചെയ്ത് തയ്ക്കുക. എന്നിട്ട് വേണം നമ്മളെ സ്ലീവിൻ്റെ അവിടെയും ലൈനിങ് തുണി ഇങ്ങനെ നമ്മൾ ആ കക്ഷത്തിൻ്റെ അവിടേക്ക് തയ്ച്ച് പോരാൻ. അപ്പോൾ നിങ്ങൾ ഈ ഒരു മെത്തേഡിൽ നിങ്ങളുടെ ടോപ്പ് ഇതേ മെത്തേഡിൽ നിങ്ങൾ ഷേപ്പ് ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് നിങ്ങളെ ബോഡി ഷേപ്പിൽ തന്നെ കറക്റ്റായിട്ട് കിട്ടും. അപ്പോൾ ഇങ്ങനത്തെ ടോപ്പൊന്നും നിങ്ങൾ ലൈനിങ് തുണി നല്ല തുണി കൂടി തമ്മിൽ കൂട്ടിയിട്ട് ഷേപ്പ് ചെയ്യാതിരിക്കുക കേട്ടോ. അങ്ങനെ ഷേപ്പ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ ചുളിവോട് കൂടിയാണ് കിട്ടുക. അപ്പോൾ കുത്തി കൂടിയൊക്കെ നിൽക്കും, നമ്മളെ ബോഡി ഷേപ്പിൽ കറക്റ്റായിട്ട് കിട്ടൂല. അപ്പോൾ നിങ്ങൾ ഇതേപോലെ ഒന്ന് ഷേപ്പ് ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ ഇടുക. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടുകണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്കൊക്കെ തന്ന് സപ്പോർട്ട് ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബൊക്കെ ചെയ്തിട്ടൊന്ന് കൂട്ടാകുക. അപ്പോൾ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റിയ ഒരുപാട് മെത്തേഡുകൾ ഞാൻ ഇതിൻ്റെ മുന്നേ ഒരുപാട് വീഡിയോസ് ചെയ്തിട്ടുണ്ട് കേട്ടോ. യൂണിഫോം കട്ടിങ്ങും നൈറ്റി കട്ടിങ്ങും ടോപ്പ് കട്ടിങ്ങും കോട്ടിൻ്റെ കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും ഒക്കെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ അതൊക്കെ ഒന്ന് പോയി കണ്ട് സപ്പോർട്ട് ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്ത് കൂട്ടാകുക. അപ്പോൾ നമുക്ക് അടുത്തൊരു പുതിയൊരു വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവർക്കും ബായ്.